നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇൻവെസ്റ്റ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നമ്മൾ വീഡിയോ ഇട്ട് കുറച്ച് ദിവസമായി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് പനിയായിരുന്നു ഗൈസ്. അപ്പോൾ വോയിസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് സീരീസ് പാർട്ട് 1. സോ അത് കാണാതെ വരാൻ നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കണ്ടിട്ട് വരിക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ സിമ്പിളായി ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ CoinSwitch എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ചാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നത്. ഇതൊരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് CoinSwitch. നമ്മളിത് നോക്കുന്നത് എങ്ങനെ CoinSwitchൽ അക്കൗണ്ട് എടുക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നും എങ്ങനെ കോയിൻസ് സെല്ല് ചെയ്യാമെന്നും തിരിച്ചത് എങ്ങനെ ബാങ്കിലേക്ക് എടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ മിസ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറുക. ദെൻ CoinSwitch ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ CoinSwitch നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഗൈസ്. ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാനായാലും ശരി, KYC ചെയ്യാനായാലും ശരി, മറ്റ് എക്സ്ചേഞ്ചുകളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറേ കൂടെ ഈസിയാണ്. ഓക്കെ, നമുക്കിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. അടുത്ത OTP വെരിഫിക്കേഷനാണ്. OTP കൊടുക്കുക. നെക്സ്റ്റ് ഒരു 4 ഡിജിറ്റ് പിന്ന് ക്രിയേറ്റ് ചെയ്യണം. സോ ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് KYC ചെയ്യാം. സോ അതിനായിട്ട് പ്രൊഫൈൽ എടുക്കുക. ഇവിടെ യൂസർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. യൂസർ വെരിഫിക്കേഷൻ എടുക്കുക. ക്രിപ്റ്റോ KYC. ഓക്കെ, ഇവിടെ ആയിട്ട് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കണം. പിന്നെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഇമെയിൽ ID കൂടി ഇവിടെ ആഡ് ചെയ്യണം. ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ടെലിഗ്രാം ചാനലും ട്വിറ്റർ ചാനലും ഒന്നും ഫോളോ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ഫോളോ ചെയ്യണം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി ഇവിടെ KYC ചെയ്യാനായിട്ട് 2 മെത്തേഡാണുള്ളത്. ഒന്ന് ഡിജി ലോക്കറും 2 മാനുവൽ മെത്തേഡുമാണ്. ഡിജി ലോക്കർ വഴി ചെയ്യുമ്പോൾ അതാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആധാർ കാർഡും ഫോൺ നമ്പറും തമ്മിൽ ലിങ്ക് ആണെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് തന്നെ നമുക്ക് ആ ഒരു KYC പ്രോസസ്സ് കംപ്ലീറ്റ് ആയിക്കോളും. ഇനി മാനുവൽ ആണെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയൊക്കെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ദെൻ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിപ്പോസിറ്റ് ചെയ്യാം. സോ ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഒരു 1000 എങ്കിലും നമുക്ക് മിനിമം ഒരു 1000 എങ്കിലും കൊടുക്കണം. ഞാൻ ഇവിടെ ഒരു 1000 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ആയിട്ട് UPI ID കൊടുക്കണം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനാണോ, ഗൂഗിൾ പേ ആണെങ്കിൽ അങ്ങനെ, Paytm ആണെങ്കിൽ അങ്ങനെ, ഏതാണോ അതിൽ ചെന്നിട്ട് നിങ്ങളുടെ UPI ID കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ആഡ് UPI എടുക്കുക. ഇനി ഇവിടെ ആയിട്ട് എൻ്റർ UPI എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അവിടെ ആയിട്ട് നിങ്ങളുടെ UPI എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വെരിഫിക്കേഷൻ പ്രോസസ്സിന് ഒരു 15 മിനിറ്റ്സ് എങ്കിലും വേണ്ടി വരും. ആ ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാഷ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. സോ മാർക്കറ്റ് എടുക്കുക. മാർക്കറ്റിൽ ഞാൻ BTCയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ BTC എടുക്കുക. നിങ്ങൾക്ക് ഏത് കോയിൻ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, BTCയുടെ ചാർട്ടാണിത്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസാണ് 57 lakh. ഓക്കെ, ബൈ കൊടുക്കുക. ദെൻ ഇവിടെ നിങ്ങളുടെ എമൗണ്ട് എത്ര എമൗണ്ടിനാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ 1000 രൂപയ്ക്ക് BTC വാങ്ങിക്കാമെന്ന് കരുതുന്നു. നോട്ട് ഇനഫ് ബാലൻസ് എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 1000 കുറഞ്ഞുള്ളൊരു എമൗണ്ട് കൊടുക്കാം. ഒരു 900 കൊടുക്കും, 900 കൊടുക്കാം. ഓക്കെ, ഇത് ഓക്കെയാണ്. സോ ബൈ BTC. ഇവിടെ 3 തരത്തിലാണ് ഓർഡർ ഇടാൻ പറ്റുന്നത്: ഇൻസ്റ്റൻറ്റ്, ലിമിറ്റ്, SIP. ഇൻസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ
നമ്മൾ വാങ്ങുന്ന സമയത്ത് BTC വില എത്രയാണോ ആ ഒരു വിലയ്ക്ക് വാങ്ങുന്നതിനാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BTC വില 57 ലക്ഷമാണല്ലോ. അപ്പോൾ ഒരു 50 ലക്ഷത്തിലേക്ക് പോകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ 50 ലക്ഷത്തിന് ലിമിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോൾ ഈ BTC വില 50 ലക്ഷത്തിലേക്ക് പോകുന്നു ആ സമയത്തേക്ക് ഇത് തനിയെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇനി SIP എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് ഒരു നിശ്ചിത കാലയളവിലേക്ക് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് BTC വാങ്ങാൻ പറ്റും. അതിനെയാണ് SIP എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇൻസ്റ്റൻ്റ് ആണ് കൊടുക്കുന്നത്. സോ ബൈ BTC കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഇവിടെ ഈ പോർട്ട്ഫോളിയോയിൽ ഞാൻ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ട്രേഡിംഗ് വാല്യൂവും കാര്യങ്ങളിൽ എത്ര ലോസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. അതിനകത്ത് BTC എടുക്കുക. ദെൻ ഇവിടെ സെല്ല് കൊടുക്കുക. ഓക്കെ, ഇവിടെ എത്ര എമൗണ്ട് ആണ് സെല്ല് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഫുള്ള് മാക്സിമം കൊടുക്കുവാണ്. സോ 100% കൊടുക്കാം. ദെൻ സെൽ BTC. ഇവിടെ ഓർഡർ സെല്ല് ചെയ്യുന്ന ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് പോർട്ട്ഫോളിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് ഇതെങ്ങനെ വിഡ്രോ ചെയ്യാം എന്നും കൂടെ നമുക്ക് നോക്കാം. ആ ഒരു വാലറ്റിൻ്റെ ബാലൻസ് കാണിക്കുന്നുണ്ട്, ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ആ ബാലൻസ് എടുക്കുക, വാലറ്റ് എടുത്തിട്ട് വിഡ്രോ ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ എത്രയാണ് വിഡ്രോ ചെയ്യേണ്ടത്? 50% മതിയെങ്കിൽ അങ്ങനെ. ഞങ്ങളുടെ 100% വിഡ്രോ ചെയ്യുവാണ്. സോ 100% കൊടുക്കുന്നു. ദെൻ വിഡ്രോ. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ ബൈ ഗൈസ്.